അപ്പോൾ കോഡ് കട്ടിങ് എന്താണെന്ന് പറയാം. കോഡ് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളും ഒരു പേഴ്സണും തമ്മിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വിടുക. ബിക്കോസ് ആ ഒരു പേഴ്സണിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മൾ ചീത്ത പറയുക അല്ലെങ്കിൽ നമ്മളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരിക അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ ഒരു പേഴ്സണുമായിട്ട് നെഗറ്റീവ് കർമ്മ നിൽക്കുന്നുണ്ട്. സോ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. സോ സിമ്പിളാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ആ ഒരു പേഴ്സൺ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ജസ്റ്റ് നമ്മൾ ക്രൗൺ ഓപ്പൺ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുക. ഡിവൈൻ പ്ലീസ് ഓപ്പൺ മൈ ക്രൗൺ ചക്ര. നമ്മൾ എന്നിട്ട് നമ്മുടെ എനർജി ഫില്ല് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിൽ ഒരു പേഴ്സൺ ഇരിക്കുന്നതാണ് ഇമാജിൻ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ കയ്യെ സിസർ പോലെ വിചാരിക്കുക. ഹാർട്ട് ചക്രയിൽ നിന്നും സാക്രൽ ചക്രയിൽ നിന്നുമാണ് ഒരു പേഴ്സണുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ ഹാർട്ടിൽ നിന്നും സാക്രലിൽ നിന്നും 3 times കട്ട് 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 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് കട്ടായി കംപ്ലീറ്റ്ലി. എന്നിട്ട് ആ ഒരു പേഴ്സണെ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യാം. സോ ഈ കോഡ് കട്ടിങ് നമുക്ക് ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനോട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മളും ആ ഒരു സോളും സെയിം സോളാണ്. അല്ലാതെ വരുന്ന ആരുമായിട്ട് നമുക്ക് കോഡ് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പാരൻസിനായിട്ടോ മക്കളായിട്ടോ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്താണ് കാർമിക്കിനായിട്ടും നന്നായിട്ട് കോഡ് കട്ടിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ എനർജി ഒന്ന് ഹൈ വൈബ്രേഷനിലായി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനെന്താ ചെയ്യുക, ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോസിലുണ്ട് എങ്ങനെ സ്പിരിച്വലി നമ്മൾ കുറച്ചുകൂടി അലൈൻ ചെയ്യാൻ പറ്റുമെന്ന്. സോൾട്ട് ബാത്ത് എടുക്കുന്ന മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം 10 minutes നോ തോട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം സൈലൻ്റായി ഇരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. സോ ഇതിപ്പോൾ എത്ര ടൈംസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1 time 2 time ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് തോന്നും കോഡ് കട്ടായി ഇല്ല. പിന്നെയും ആ ഒരു പേഴ്സൺ നമ്മളിലേക്ക് ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടറും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആ ഒരു പേഴ്സണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം, അധികം ചെയ്യേണ്ടി വരില്ല. ഓക്കെ, സോ കുറേ പേരായി റിക്വസ്റ്റ് ചെയ്തു കോഡ് കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ടാരോ റീഡിങ്ങിൽ. അപ്പോൾ അതിന് താഴെ കോഡ് കട്ടിങ് നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് കൂടി ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. സോ കോഡ് കട്ടിങ് വളരെ ഈസിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊരു ഇനിയിപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കോ ആ തരത്തിലുള്ള അങ്ങനത്തെ ഒന്നുമല്ല. ഓക്കെ, നോർമലായിട്ട് ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വരുന്ന പോലെ നമുക്ക് റേക്കി പോലത്തെ ഒരു എനർജിയാണ്. മീൻസ് ഒരു നെഗറ്റീവായിട്ട് വരുന്നതിന് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഓറേനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ഈ കോഡ് കട്ടിങ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ അത് ഒരിക്കലും ചെയ്യാറില്ല. ഓൺലി പോസിറ്റീവായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യാറ്. ഒരു പൂജയോ കർമ്മത്തിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.